AK ഷാനിബ് കൂടി ചേരുന്നു. ഷാനിബ്, ഇത്തരം ആരോപണങ്ങളാണ് ഇന്നിപ്പോൾ MP പറഞ്ഞത്, താങ്കളും കേട്ട് കാണും. ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. നേരത്തെ നടപടി നേരിട്ടയാളാണ്, പിന്നെ എങ്ങനെ സർവീസിലേക്ക് തിരിച്ചെത്തി, എന്ത് ഫേവറാണ് ചെയ്തു കൊടുക്കുന്നത്, ഇപ്പോൾ എന്തിന് MP യെ മർദ്ദിച്ചു എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ ഇതിലെന്തെങ്കിലും നടപടിയിലേക്ക്, എത്ര പ്രതിഷേധം ഉയർത്തിയാലും നടപടിയിലേക്ക് സർക്കാർ കടക്കാനുള്ള സാഹചര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അല്ല, തീർച്ചയായും ഇപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു MP-ക്ക് ഏതെങ്കിലും തരത്തിൽ പോലീസ് മർദ്ദനമേറ്റിട്ടുണ്ടെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സ്പീക്കർക്ക് കത്ത് കൊടുക്കുകയും നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നീതി ലഭിക്കട്ടെ. അത് അങ്ങനെ ഒരാളെ ഏതെങ്കിലും തരത്തിൽ മർദ്ദിച്ച് പോലീസിനെ ഒരു മർദ്ദനോപാധിയാക്കി പിന്നെ അടിച്ചമർത്താമെന്ന് വിചാരിക്കുന്ന ഒരു ഗവൺമെന്റ് നല്ല ഇടതുപക്ഷ ഗവൺമെന്റ്. പക്ഷെ ഇവിടെ ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ദുൽക്കിഫിൽ അവിടെ പറഞ്ഞു ഔദ്യോഗികമായിട്ട് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ഷാഫിയെ തല്ലിയത് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് അവരൊരു തീരുമാനത്തിലെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കഴിഞ്ഞ തവണ ഒരു ചർച്ചയിൽ യൂത്ത് കോൺഗ്രസിന്റെ അവർ ഔദ്യോഗികമായിട്ട് കോൺഗ്രസിന്റെ വക്താക്കളായി വന്നിരിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞത് മഹേഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് മർദ്ദിച്ചത്. അത് 2 തവണ മർദ്ദിച്ചു. അത് കൃത്യമായി ഷാഫിയെ തന്നെ മഹേഷ് നോക്കി മർദ്ദിച്ചു. അതുപോലെ തന്നെ LDF പിന്നെ TP രാമകൃഷ്ണ സഖാവിന്റെ വീടിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ വീട്. അയാൾ CPM-കാരനാണ് എന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഷാഫിയെ തല്ലിയത് ആരാണെന്നുള്ള കാര്യത്തിൽ ഇവർ തമ്മിലൊരു പിന്നെ ഒരു തീരുമാനത്തിലെത്തിയതിനു ശേഷം പരാതി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ യഥാർത്ഥ കുറ്റക്കാർ അതിനകത്ത് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ ഇവിടെ ഈ സസ്പെൻഷനിലായി എന്നുള്ള കാര്യമൊക്കെ അത് ഏതൊരു ഉദ്യോഗസ്ഥരാണെങ്കിലും അവർക്ക് സസ്പെൻഷൻ നേരിടുമ്പോൾ നിയമപരമായിട്ട് അതിനെതിരെ അപ്പീൽ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പീൽ പോയിട്ടുണ്ടാവും. അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ കൃത്യമായിട്ട്. അതിൽ ഷാനിബ്, അതിൽ മറ്റൊരു പ്രശ്നമുണ്ട്. സസ്പെൻഷൻ നേരിടുക എന്ന് പറയുമ്പോൾ ക്രിമിനലുകൾക്ക് കൂട്ടുനിന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു എക്സ്പ്ലനേഷനിൽ എങ്ങനെയാണ് പിന്നീട് വീണ്ടും സർവീസിലെത്തുക? മാത്രവുമല്ല, ഇദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നമ്മളോട് തന്നെ പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ബസ് സ്റ്റാൻഡിലായിരുന്നു ഡ്യൂട്ടി എന്ന. പിന്നെ എങ്ങനെയാണ് ഷാഫി MP-യെ തല്ലാൻ ഈ സംഭവ സ്ഥലത്തെത്തിയത്? അതെ, എത്തിയെന്ന് അവരാണല്ലോ പറയുന്നത്. അവര് അതിന് മുമ്പ് പറയുന്നത് മറ്റൊരാളുടെ പേരാണ്. അപ്പൊ അത് അവർ തന്നെ വ്യക്തമാക്കണം ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഉറപ്പ് എത്തിയതിനു ശേഷമല്ലേ നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ.